ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അതാണ് രണ്ടാമത്തെ ഭാഗം. ഇത് പൊതുവെ ഇടതുപക്ഷം എന്നുള്ള വാക്കിന് തന്നെ പ്രതിപത്തിയില്ലാത്ത ഒരു സുഹൃത്ത് ഒരു സംഭാഷണത്തിടെ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഇടത് നിലപാട് അത് മാർക്സിസ്റ്റ് നിലപാടായിക്കോട്ടെ ലിബറൽ നിലപാടായിക്കോട്ടെ, അത് രണ്ടും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെ. അത് മാർക്സിസ്റ്റ് ഇടതുപക്ഷമെന്നും നോൺ മാർക്സിസ്റ്റ് ഇടതുപക്ഷമൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഇടതുപക്ഷക്കാരും സ്വതന്ത്ര ഇന്ത്യയെ തടയും. അത് എന്ത് ആയുധം ഉപയോഗിച്ചാണ്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇടതന്മാർ, അത് മാർക്സിസ്റ്റ് നോൺ മാർക്സിസ്റ്റ് ഇടതന്മാർ സ്വതന്ത്ര ഇന്ത്യക്ക് തടയിടുന്നതെന്നാണ് ഈ സുഹൃത്ത് പറയേണ്ടത്. ഞാൻ പറഞ്ഞുള്ള ഒരു പകുതി ഇതിലുണ്ട്. മാർക്സിസ്റ്റ് ബൗദ്ധിക മേധാവിത്വം കേരളീയ സ്വതന്ത്ര ഇന്ത്യയെ തടസ്സപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണെന്നാണ് അതെൻ്റെ ഒരു നിലപാടാണ്. പലതിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യക്ക് തടയിടുന്നതിൽ ഒരു പ്രധാന വിഷയം ഈ മാർക്സിസ്റ്റ് ബൗദ്ധിക മേധാവിത്വം തന്നെയാണ്. പക്ഷേ ലിബറൽ ജനാധിപത്യങ്ങൾ, അത് ഞാനും നമ്മളൊക്കെ ഉള്ള ഈ ലിബറൽ ജനാധിപത്യവാദികൾ, അതായത് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ഈ സ്വതന്ത്ര ഇന്ത്യക്ക് തടസ്സപ്പെടുന്നു എന്നുള്ളത് അതൊരു തലതിരിഞ്ഞ വാദമാണെന്നാണ് എൻ്റെ വാദം. അങ്ങനെ അല്ലാതെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നത് ഒരു അമേരിക്കൻ കെട്ടുകഥയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് കടത്തി പറയണമെന്ന് തോന്നരുത്. എൻ്റെ ഒരു വീക്ഷണതാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക് ഇതൊരു അമേരിക്കൻ കെട്ടുകഥയാണ്. ഇത് സമീപകാലത്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഈ വേതാളത്തെ, ഈ ഡ്രാഗണെ ഡൊണാൾഡ് ട്രംപ് ഒരു വാള് വെച്ച് വെട്ടിക്കൊന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് അദ്ദേഹം കൊന്നു ഈ ഹീറോ. അപ്പോൾ സ്ത്രീകൾ കിടന്ന് കരയുകയാണ് അവിടെ. സ്ത്രീകളാണല്ലോ ഇപ്പോൾ ഈ ട്രംപിനെതിരെ വലിയ ജാഥ നടത്തിയത്. അപ്പോൾ യു ബ്രൂട്ട്, യു കിൽഡ് പരിഹാസത്തിലാണ്. യു ബിഗ് ബുള്ളി പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. യു റാസിസ്റ്റ്, യു സെക്സിസ്റ്റ് എന്നൊക്കെ ഈ സ്ത്രീകളെ പരിഹസിക്കുന്ന കാർട്ടൂണാണ്. അവർ സ്ത്രീകൾ ഒന്നിനും കൊള്ളാതെ, ഈ ശക്തിമാനായ പുരുഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു പിറപ്പെണ്ണ്, അതാണല്ലോ പാചകം, പിറപ്പെണ്ണ് അവിടെ കിടന്നു വിളിക്കും. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ആര് കൊന്നു കഴിഞ്ഞു? നമ്മുടെ ഹീറോ ഡൊണാൾഡ് ട്രംപ് കൊന്നു കഴിഞ്ഞു. ഇത് ഒരു എന്താണ് ഇപ്പം നടക്കുന്ന ഒരു ഡിസ്കോഴ്സാണ്, ഒരു വ്യവഹാരമാണ്, അമേരിക്കൻ വ്യവഹാരം. ഇത് വാസ്തവത്തിൽ ഈ സംഭവം, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു അമേരിക്കൻ വാക്കാണ്. മലയാളത്തിനൊരു വാക്ക് പോലുമില്ല. ആരും വന്നു കൃത്യമായി മലയാളത്തിന് ഒരു പരിഭാഷ പോലും ഇല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു അമേരിക്കൻ ഫിനോമിനാണ്. ആ വാചകം തന്നെ അമേരിക്കനാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഈ വാക്ക് അത്ര പ്രചാരത്തിലില്ല എന്നുള്ളതാണ്. കൃത്യമായൊരു അമേരിക്കൻ ഫിനോമിനാണ്. അത് ഞാനത് അമേരിക്കൻ കെട്ടുകഥ എന്ന് പറയുന്നത്. ഇത് റാഷണൽ വിക്കി ഒരു സാധനമുണ്ട്. അത് രസകരമായ ഒരു ഞാൻ ചിലപ്പോൾ പോയി നോക്കുന്നൊരു സാധനം. ചില വാക്കുകൾ എന്താണ് ഉദ്ദേശിച്ചത് അറിയാം. അതിൽ പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓർ PC is a snarl word usually referring to upholding a social taboo against language and attitudes that might be considered bigoted. അപ്പോൾ ഇതുപോലുള്ള പിന്നെ തീവ്ര നിലപാടുകളെ, ബൈഗോട്ട് നിലപാടുകൾ പുലർത്തുന്ന ആ നിലപാടുകളോടുള്ള സോഷ്യൽ ടാബു, ഒരു സാമൂഹ്യമായ അതിനോടുള്ള എന്താ പറയുക, സാമൂഹ്യ ബഹിഷ്കരണമെന്നോ അല്ലെങ്കിൽ അതിനെ സാമൂഹ്യമായി അതിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഇങ്ങനെ തെറ്റായ ചില ഈ സോഷ്യൽ ടാബൂസ് എഗൻസ്റ്റ് ലാംഗ്വേജസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എന്നാണ്. അതായത് ഭാഷകളോടും പെരുമാറ്റങ്ങളോടും, ചിലതരം ഭാഷകളോട് ചിലതരം പെരുമാറ്റങ്ങൾ, ഇതൊന്നും സാമൂഹികമായി ശരിയല്ല, അത് ഒരു ടാബുവാണ്, അത് പറയാൻ പാടില്ല, അത് തെറ്റാണ്, അത് വിലക്കപ്പെട്ടതാണ് എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിനുള്ള പേരാണ്, എന്ത് പേരാണ്? സ്നാൾ വേർഡ് എന്നാണ് പറഞ്ഞത്. സ്നാൾ വേർഡ് എന്താ? സ്നാൾ വേർഡ് ഇസ് എ ഡിറോഗേറ്ററി ലേബൽ ദാറ്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു സംതിങ് ഓർ ഈവൻ ടു പീപ്പിൾ in order to dismiss their importance or worth without guilt. നമുക്ക് ഒരു മനസാക്ഷി കുത്തില്ലാതെ ഒന്നിനെ പിന്നെ ഡിസ്മിസ് ചെയ്യാൻ, അതിൻ്റെ പ്രാധാന്യത്തെ തള്ളിക്കളയാൻ വേണ്ടി അതിന് കൂടെ ചേർക്കുന്നൊരു വാക്ക്, അതിനാണ് സ്നാൾ വേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ PC എന്നുള്ളത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത്, ഇറ്റ്സ് നോട്ട് എ വേർഡ്, ഇറ്റ്സ് എ സ്നാൾ വേർഡ്. എന്താണ് ഈ സ്നാൾ വേർഡ്? ഇപ്പോൾ ഇൻഫിഡൽ ഒരു സ്നാൾ വേർഡാണ്. അവിശ്വാസി, മതവിശ്വാസികളുടെ ഇടയിൽ അവനൊരു ഇൻഫിഡലാണ്, അവനൊരു അവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. കാരണം അവൻ പറയുന്നത് പിന്നെ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല, അവൾ പറയുന്നത് പിന്നെ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. അവൻ അവിശ്വാസിയാണ്, അവൻ പീഡനത്തിന് അർഹനാണ്, വധിക്കപ്പെടാൻ പോലും അർഹനാണ്. ഇതാണ് സ്നാൾ വേർഡുകളുടെ കളി. ഇൻഫിഡൽ, അവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സ്നാൾ, അവനൊരു ആ സ്നാൾ വേർഡ് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി അയാൾ വധ്യനുമായി, അവൻ കൊല്ലപ്പെടാൻ അവന് അർഹതയായി.
അതുപോലൊരു സ്നാൾ വേർഡാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇറ്റ്സ് നോട്ട് എ വേർഡ്, ഇറ്റ്സ് എ സ്നാൾ വേർഡ്. എന്തിനുള്ളത്? ഫോർ referring to upholding a social taboo against language and attitudes that might be considered bigoted. അപ്പോൾ ഈ തരത്തിലുള്ള തെറ്റായ തെറ്റായ ഭാഷയെയും തെറ്റായ മനോഭാവത്തെയും സാമൂഹ്യമായി ശരിയല്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തിനുള്ള ഒരു കുറ്റപ്പേരാണ് PC, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇത് ഉദാഹരണം മലയാളത്തിൽ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ 1959 തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയെ കഞ്ഞി കുടിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ, ഗൗരിച്ചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയിക്കൂടെ. ഈ മുദ്രാവാക്യത്തിന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഈ ശരിയല്ല എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. മനസ്സിലായി? അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് ശരിയല്ലല്ലോ, ഈ രീതിയിലല്ലല്ലോ മനുഷ്യരെ കൈകാര്യം ചെയ്യേണ്ടത്. ഏത് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, ഇത് ശരിക്കുള്ള യഥാർത്ഥ മനുഷ്യർ, റിയൽ പീപ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയെ കഞ്ഞി കുടിപ്പിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ലാംഗ്വേജ്, ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, ഈ മനോഭാവത്തിനുള്ള സ്നാൾ വേർഡാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഈ മനോഭാവത്തിനുള്ള കുറ്റപ്പേരാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇസ് നോട്ട് എ വേർഡ്, ഇറ്റ് ഇസ് എ സ്നാൾ വേർഡ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് സ്നാൾ വേർഡാണ്. അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് എന്ന് ആരോപിക്കപ്പെടും. യു ആർ ബിക്കമിങ് പൊളിറ്റിക്കലി കറക്റ്റ്. ഗൗരിച്ചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയിക്കൂടെ, അതിൽ വളരെ ലോഡഡായിട്ടുള്ള കുറേ ആൾക്കാരുടെ എന്നുവെച്ചാൽ ചോവൻ എന്ന് പറഞ്ഞ ഒരു ജാതി, ചോത്തി എന്ന പെണ്ണ്, അവരെ ചെയ്യേണ്ട ജോലി എന്താണ്, ഇതൊക്കെയുള്ള ഒരു ധാരണകളാണ് ഇതിൽ പ്രകടിപ്പിക്കുക. ഈ ധാരണകൾ ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് തോന്നും. അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എന്തായി? ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു സ്നാൾ വേർഡാണ്. ഇതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. കോളേജ് ക്യാമ്പസിനകത്ത് കയറി ഞങ്ങളുടെ പെങ്ങന്മാരെ ഒറ്റ എണ്ണം തൊടില്ല എന്ന് അന്ന് പറഞ്ഞെങ്കിൽ ഇന്നും അത് പറയാൻ ഇവിടുത്തെ ആൺകുട്ടികളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിച്ചത് എന്ന് 2017 പറയുമ്പോൾ ഇത് കേൾക്കുമ്പോഴും എനിക്കൊക്കെ ഇത് എന്താ ഇയാൾ പറയണത്, എന്തടേ എന്തടേ പറയണത് തോന്നുന്നുണ്ടല്ലോ. നമുക്ക് ആ തോന്നലിനെയാണ് ഹീസ് ബീങ് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. നമ്മളുടെ തോന്നലിനെ വിളിക്കുന്ന കുറ്റപ്പേരാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. ഈ അയാളുടെ സ്വാതന്ത്ര്യമല്ലേ പറയണത്. അത് എന്ത് വാടേ നമുക്ക് തോന്നുമ്പോൾ എന്ത് വാടേ എന്നുള്ള നമ്മുടെ തോന്നലിനെ, ആ തോന്നലാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആരും വന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരിക്കലും ഒരു നല്ല വാക്കല്ല, അതൊരു കുറ്റപ്പേരാണ്. ഇന്ന് പോസ്റ്റ് ചെയ്ത അവരുടെ അപ്പനും അമ്മക്കും ഇതൊരു പാഠമാകണം. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അഴിച്ചുവിട്ട് പണം മാത്രം ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കാതെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കണം. പണത്തിന് മാത്രം പുറകെ നടന്നാൽ ഇതായിരിക്കും ഉണ്ടാകുക, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു സ്വന്തമായി ഒരു പ്രൊഫഷണൽ ലൈഫുള്ള ഒരു നടിക്ക് നേരിടേണ്ട ഒരു അനുഭവത്തെക്കുറിച്ചിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധി ആയിട്ടുള്ള ഒരാൾ 215 ആൾക്കാർ ലൈക്ക് ചെയ്തിരിക്കണം. 215 ആൾക്കാർ ലൈക്ക് ചെയ്തിരിക്കണം. ഇത് ശരിയല്ല നമുക്ക് തോന്നിയാൽ ആ തോന്നലിനെ പറയുന്നതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അത് കുറ്റപ്പേരാണ്. ഇതിന് ഒരാൾ കൊടുത്ത വേറൊരു കമൻറ്റ്, അത് ഞാൻ ആളെ പേര് മറിച്ചിട്ടില്ല, കാരണം അത് ശരിയായ ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. സുഹൃത്തെ, ആണത്തം, തന്തക്ക് പിറക്കൽ, ആണുങ്ങളോട് കടിക്കട ഒക്കെ തന്നെയാണ് ആ വിഷച്ചിരിയുടെ വിത്തുകൾ. അതിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വാരി വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്ത് കൂടാ, ഈ ലാംഗ്വേജ്, ആ വിത്ത് കൂടിയല്ലേ ഈ ലാംഗ്വേജ്, ഈ ആണത്തം, തന്തക്ക് പിറക്കൽ, ആണുങ്ങളോട് കളിക്കട എന്ന് പറയുന്ന ഈ ഭാഷ, ഈ വാരി പിറക്കുന്ന വിത്ത്, ഇതൊക്കെ തന്നെയാണ് വിഷവിത്ത്. ഈ വിത്ത് കൂടെ ആദ്യം വലിച്ചെറിയുക, ഒരു കൈ കൊണ്ട് അറുക്കുകയും മറു കൈ കൊണ്ട് വിതക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊരു കറക്റ്റ് ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ പറയാം. ഈ കറക്റ്റ് ആറ്റിറ്റ്യൂഡിനെയാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. അത് കുറ്റപ്പേരായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു അമേരിക്കൻ കെട്ടുകഥ. ഇതൊരു കെട്ടുകഥ. ഇതൊരു സ്നാൾ വേർഡാണ്. ഇതൊരു വേർഡല്ല. ഇറ്റ്സ് നോട്ട് എ വേർഡ്, ഇറ്റ്സ് എ സ്നാൾ വേർഡ്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വാക്ക് കുറ്റമായി പറയുന്നതാണ്. അതിൻ്റെ പിതൃത്വം അവർക്കാണ്, കുറ്റം പറഞ്ഞവർക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. The very notion of political correctness is a myth. It's an invention of the critics of the so-called progressive program. അതായത് ലെഫ്റ്റ്, ഞാൻ ആദ്യം ലെഫ്റ്റിലാണ് തുടങ്ങിയത്. ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ടി ഓഫ് മൂവ്മെൻ്റ് ആണ്.
നമ്മൾ പുരോഗതി, മനുഷ്യരിൽ പുരോഗതി ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പുരോഗതിക്ക് വേണ്ടി പിന്നെ പരിശ്രമിക്കുന്നവരാണ്. പുരോഗമന പ്രസ്ഥാനമാണ്. ആ വാക്ക് നേരത്തെ പറയാൻ പറ്റില്ല, അർത്ഥം നഷ്ടപ്പെട്ട ഒരു വാക്കാണ്. പക്ഷെ എന്തായാലും പുരോഗമന പ്രസ്ഥാനം, നമ്മളാ പുരോഗമന പ്രസ്ഥാനം. ഇതിനെതിരെയുള്ള സമൂഹത്തിൽ എന്താണ് വേണ്ടത്? ഓർഡറാണ് വേണ്ടത്. ഇതൊക്കെ ഇതുപോലെ നിലനിന്ന് പോകണം. ഗൗരി ചോത്തി പുല്ല് പറിക്കാൻ പോകണം, തമ്പ്രാനെന്ന് വിളിക്കണം, പാളയെ കഞ്ഞി കുടിക്കണം, പെണ്ണ് വീട്ടിലിരിക്കണം, ജോലി സമ്പാദിക്കാൻ പാടില്ല. ഈ ഓർഡറിന്റെ ആൾക്കാർ, പ്രോഗ്രസിന്റെ ആൾക്കാരെ എതിരെ കണ്ടുപിടിച്ച ഒരു ഇൻവെൻഷനാണ് എന്ത്? ഈ ദ വെരി നോഷൻ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇതാണ് ഉള്ളത്. ദ വെരി നോഷൻ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇസ് എ മിത്ത്. It's an invasion of the critics of the so-called progressive program, designed to discredit the critics' opponents without proper argument. നമ്മുടെ ആർഗ്യുമെന്റിനെ എതിര് നിന്നതിന് പകരം ഒരു സ്നാൾ വേർഡ് കൊണ്ട് നിങ്ങളെ ബുർഷ്വാസി എന്ന് മുദ്രയടിക്കുന്നത് പോലെ, ബുർഷ്വാസി എന്ന് മുദ്രയടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് സൈബീരിയയിലേക്ക് നാട് കടത്തുകയോ കൊല്ലുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫിഡൽ എന്ന് മുദ്രയടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ലോകത്തിൻ്റെ ഏതറ്റത്തേക്ക് വേണം വേട്ടയാടി പിടിച്ച് കൊല്ലാൻ പറ്റും. ഇതുള്ള സ്നാൾ വേർഡുകൾ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ദ പാർട്ടി ഓഫ് പ്രോഗ്രസിനെതിരെ, ദ പാർട്ടി ഓഫ് മൂവ്മെന്റിനെതിരെ, ലെഫ്റ്റിനെതിരെ, മാർക്സിസ്റ്റുകാർക്കെതിരെ അല്ല കേട്ടോ, മാർക്സിസ്റ്റുകാർക്ക് എല്ലാം പറഞ്ഞത്, നമുക്കെതിരെ, എണ്ണത്തിൽ ചുരുങ്ങിയ ലെഫ്റ്റിനെതിരെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു അമേരിക്കൻ കെട്ടുകഥയാണ്. ഇറ്റ് ഇസ് എൻ ഇൻവെൻഷൻ ഓഫ് ദ invention of the critics of the so-called progressive program designed to discredit the critics' opponents without proper argument. ഇത് ഗാർഡിയനിൽ വന്നൊരു ലേഖനമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഹൗ ദ റൈറ്റ് ഇൻവെന്റഡ് എ ഫാൻറ്റം എനിമി. ഒരു ഫാൻറ്റം എനിമി, ഇല്ലാത്തൊരു ഫാൻറ്റം എനിമിയെ, അതാണ് നമ്മൾ ഒരു ഡ്രാഗണെ അവിടെ കണ്ടത്. ഡ്രാഗൺ ശരിക്കും ഇല്ലാത്തൊരു സാധനമാണ്. വായിലൂടെ തീ തുപ്പുന്ന വ്യാളി എന്നത് എങ്ങനെയാണോ വെറും എന്താ ഒരു ഭാവനാ സൃഷ്ടിയായിരിക്കുന്നത്, അതുപോലുള്ളൊരു ഭാവനാ സൃഷ്ടിയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന സാധനം. ഇറ്റ്സ് എ സ്നാൾ വേർഡ്. ഇതിൽ ഇപ്പം 1990 ഇതിൻ്റെ കണ്ടെത്തൽ നടക്കുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആദ്യകാലത്ത് വന്നിട്ടുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് അതിനു മുമ്പുണ്ട്. വേറൊരു വളരെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരുന്നത്. ചിലപ്പോൾ നമ്മൾ അതിലേക്ക് വരും. അത് ലെഫ്റ്റിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ലെഫ്റ്റിസ്റ്റുകൾ അവരുടെ ഇടയിൽ തന്നെ സ്വയം വിമർശനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നൊരു കഥയാണ്. അത് ഒരു വാചകമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളത്. അതിനെന്ന് വെച്ചാൽ മാവോ കൃത്യതയുടെ ആളാണ്. പഴയ മാവോയിസ്റ്റുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അതിന് കൃത്യമായ രാഷ്ട്രീയ രീതി, ഇതാണ് ഇതിൻ്റെ കൃത്യത, കൃത്യമായ ലൈൻ. അതായത് ഏതൊരു പ്രശ്നത്തിനും ഒരു കൃത്യമായ മാവോയിസ്റ്റ് ലൈനുണ്ട്. അപ്പോൾ അത് ലിൻ പിയാവോ ഘടകം ചെർപ്പളശ്ശേരി ആണോ എന്നാൽ അത് ഓയിജൻ്റെ ഒരു കഥയിലെ ഒരു വേറുണ്ട്, ലിൻ പിയാവോ ഘടകം ചെർപ്പളശ്ശേരി. അപ്പോൾ ഈ ലിൻ പിയാവോ ഘടകം ചെർപ്പളശ്ശേരിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് പൊളിറ്റിക്കലി കറക്റ്റ്, ആ കൃത്യമായ ലൈൻ. അപ്പോൾ ഈ ലിൻ പിയാവോ ഘടകം ചെർപ്പളശ്ശേരിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റുകൾ തന്നെ പ്രയോഗിച്ചെടുത്തൊരു പൊളിറ്റിക്കലി കറക്റ്റ് എന്നൊരു തമാശയായിട്ട് ഒരു വാക്ക് പ്രയോഗത്തിലുണ്ടായിരുന്നു. ഇതിനെയാണ് 1990 89 കാലത്ത് റൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് അമേരിക്കൻ പ്രതിഭാസമാണ്. അമേരിക്കയിൽ മാത്രമേ ഒരു പക്ഷേ നടക്കൂ ഇത്. അങ്ങനെ വന്നൊരു ലേഖനം ന്യൂയോർക്ക് ടൈംസിൽ, ഐഡിയാസ് ആൻഡ് റൈസിംഗ് ഹെജമണി ഓഫ് പൊളിറ്റിക്കലി കറക്റ്റ്. അതിൻ്റെ തലവാദ്യത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ് എന്നുള്ള വാക്ക് വരുന്നതാണ്. ഇവിടെയാണ് ഇത് ഈ അർത്ഥത്തിൽ പ്രയോഗിച്ചത് ആദ്യമായി കാണുന്നത് 1990. അതിൻ്റെ ചരിത്രത്തിലേക്കാണ് പോകുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്കിൻ്റെ ചരിത്രത്തിലേക്ക്. ഒരു വാക്കല്ല, അതൊരു കുറ്റപ്പേരാണ്. ഇറ്റ്സ് എ സ്നാൾ വേർഡ്. അപ്പോൾ അതിൽ ഇതാ പറയുന്നത്, എ ലാർജ് ബോഡി ഓഫ് ബിലീഫ് ഇൻ അക്കാഡമി ആൻഡ് എൽസ്വെയർ ദാറ്റ് എ ക്ലസ്റ്റർ ഓഫ് ഒപ്പീനിയൻസ് അബൌട്ട് റേസ്, എക്കോളജി, ഫെമിനിസം, കൾച്ചർ ആൻഡ് ഫോറിൻ പോളിസി ഡിഫൈൻസ് എ കൈൻഡ് ഓഫ് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രോബ്ലംസ് ഓഫ് വേൾഡ്, എ സോർട്ട് ഓഫ് അൺഒഫീഷ്യൽ ഐഡിയോളജി ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇത് ലോകത്തിൻ്റെ കാര്യത്തില്ല, ചില യൂണിവേഴ്സിറ്റികളിൽ ഈ എക്കോളജി, ഫെമിനിസം, കൾച്ചർ, പിന്നെ ഫോറിൻ പോളിസി, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചില കൃത്യമായ ചില അഭിപ്രായങ്ങളുണ്ട്. അത് ഒഫീഷ്യൽ ലൈനാണ് എന്നൊരു ധാരണയുണ്ട്. അതിനെക്കുറിച്ചാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്കുണ്ട്. അപ്പോൾ ബയോഡിഗ്രേഡബിൾ ഗാർബേജ് ബാഗ്സ് ഗെറ്റ് ദ PC seal of approval, Exxon does not. വലിയ എണ്ണ കമ്പനികൾ PC അല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, ബയോഡിഗ്രേഡബിൾ ഗാർബേജ് ബാഗ് ആണ്. സെൻട്രൽ ടു പീസിനെസ് ആർട്ടിക്കിളിലാണ് സെൻട്രൽ ടു പീസിനെസ് എന്ന് പറയും. PC ഷോർട്ട് ഫോം ആണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിച്ച് ഹാസ് റൂട്ട്സ് ഇൻ ദ 1960s റാഡിക്കലിസം is the view that Western society has for centuries been dominated by what is often called the white male power structure or patriarchal hegemony. ഞാനാണ് അവർ പറയുന്നത്. ആ ലൈനത്തെ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വർക്ക് ചെയ്യുന്നതാണ്. ദ വൈറ്റ് മെയിൽ പവർ സ്ട്രക്ചർ ഉണ്ട്, പാട്രിയാർക്കൽ ഹെജമണി ഉണ്ട് എന്നുള്ള ചില വിശ്വാസങ്ങളുടെ മുകളിൽ എന്ന ഒരു വീക്ഷണത്തിൻ്റെ മുകളിലാണെന്നുള്ളതാണ്. ഇതെന്തോ വളരെ തെറ്റായ ഒരു വീക്ഷണമാണ്. ഈ പാട്രിയാർക്ക് എന്നൊരു സാധനമേ ഇല്ല എന്നുള്ള മട്ടിലാണ് ഇയാൾ പറയുന്നത്. പാട്രിയാർക്കൽ ഹെജമണി ഇല്ല.
അങ്ങനെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് മെയിൽ പവർ സ്ട്രക്ചർ എന്ന സാധനം ഇല്ല, അത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്, അങ്ങനെയാണ് പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ PC ഉണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. എ ഗ്രോയിങ് ഇൻടോളറൻസ് അസഹിഷ്ണുത, എ ക്ലോസിംഗ് ഓഫ് ഡിബേറ്റ് ചർച്ചയില്ല, എ പ്രഷർ ടു കൺഫോം ടു എ റാഡിക്കൽ പ്രോഗ്രാം ഓർ റിസ്ക് ബീങ് അക്യൂസ്ഡ് ഓഫ് എ കോമൺലി റീഇറ്ററേറ്റഡ് ട്രയോ ഓഫ് തോട്ട് ക്രൈംസ്, സെക്സിസം, റാസിസം ആൻഡ് ഹോമോഫോബിയ. ഇതൊരു ചിന്താകുറ്റം മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ ഈ പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ള ഈ ലെഫ്റ്റ് ലിബറൽ ആൾക്കാരോട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ദി വിൽ ബി അക്യൂസ്ഡ് ഓഫ് ട്രയോ ഓഫ് തോട്ട് ക്രൈംസ്, ചിന്താകുറ്റങ്ങളാണ്. എന്ത്? സെക്സിസം, റേസിസം, ഹോമോഫോബിയ. ആലോചിച്ച് നോക്കൂ, ഈ സെക്സിസം, റേസിസം, ഹോമോഫോബിയ എന്നുള്ള ഒരു ചിന്താകുറ്റങ്ങളാണ്. ദേ ആർ നോട്ട് തോട്ട് ക്രൈംസ്. നിങ്ങൾ ദൈവവിശ്വാസമില്ല എന്ന് പറയുന്നത് തോട്ട് ക്രൈമാണെന്ന് പറയാം നമുക്ക്. അതിനാരും ശിക്ഷിക്കുന്നത് ശരിയില്ല നമ്മൾ പറയും, ബിക്കോസ് ഇത് തോട്ട് ക്രൈം. നിങ്ങൾ ദൈവമില്ല, അപ്പോൾ അതൊരു ചിന്താപരമായതാണ്. അതുപോലാണോ സെക്സിസം, അതുപോലാണോ റൈസിസം? അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള വലതുപക്ഷ വീക്ഷണമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ 1990 ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഈ സ്നാൾ വേർഡിൻ്റെ ഉൽപാദന സമയത്തെ ഒരു അടിസ്ഥാന ലേഖനമാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് പറഞ്ഞത്. സെൻട്രൽ ടു പീസിനെസ് is the view that Western society has for centuries been dominated by what is often called the white male power structure or patriarchal hegemony. ഇങ്ങനെയുള്ള നൂറ്റാണ്ടുകളായി ഈ വൈറ്റ് മെയിൽ പവർ സ്ട്രക്ചർ നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ പാട്രിയാർക്കൽ ഹെജമണി നിലനിൽക്കുന്നുണ്ട്, ഈ പുരുഷാധിപത്യം നിലനിൽക്കുന്നു, ഈ വൈറ്റ് മെയിലിൻ്റെ കയ്യിലാണ് അധികാരം. ഇങ്ങനെയുള്ള ധാരണകൾ നൂറ്റാണ്ടുകളായി ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള ധാരണയുടെ പുറത്താണ് PC ഡെവലപ്പ് ചെയ്തതെന്നാണ് ആരോപണം. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊന്നും വാസ്തവത്തിൽ ഇല്ല. ഈ വൈറ്റ് മെയിൽ പവർ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്തതാണ്, പാട്രിയാർക്കൽ ഹെജമണി എന്നുള്ള ഇല്ലാത്തതാണ്. അപ്പോൾ ഈ അവിടെ ഈ നിലനിന്നിരുന്ന പിന്നെ നാട് ഭരിക്കുന്ന തമ്പ്രാനും പിന്നെ പുല്ലരിയണ ചോത്തിയും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ലെവൽ. അതൊന്നും ഒരു കുറ്റമായിട്ട് ഇവർ കാണാനേ പറ്റുന്നില്ല, അതൊന്നും അവരെ കാഴ്ചയിലേ പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ലേഖനത്തിലേക്ക് തന്നെ, ആ ലേഖനമാണ് ഞാൻ ഒന്നുകൂടിയും ആ ലേഖനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ. അതിലാണ് ഈ ട്രയോ ഓഫ് തോട്ട് ക്രൈംസ് എന്ന് പറഞ്ഞത്. അതായത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ആരോപിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയല്ലാതെ, അതായത് ലെഫ്റ്റിൻ്റെ ഈ പ്രോഗ്രസീവായ ആറ്റിറ്റ്യൂഡ്സും ലാംഗ്വേജസും ഈ മനോഭാവവും ഭാഷയും സ്വീകരിക്കാത്തവരെ ദേ ആർ കോമൺലി അക്യൂസ്ഡ് ഓഫ് എ കോമൺലി റീഇറ്ററേറ്റഡ് ട്രയോ ഓഫ് തോട്ട് ക്രൈംസ്, സെക്സിസം, റേസിസം ആൻഡ് ഹോമോഫോബിയ എന്നാണ്. ഈ സെക്സിസവും റേസിസവും ഹോമോഫോബിയ തുടങ്ങിയ തോട്ട് ക്രൈംസ് അവരിൽ ആരോപിക്കപ്പെടുന്നു. അത് മനസ്സിലാക്കേണ്ടതാണ്. അതായത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ് എന്നുള്ള വാക്ക് ഈ റൈറ്റ് വിങ്ങേഴ്സ് 1990 ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത്. അപ്പോൾ ഈ സെക്സിസം, റേസിസം, ഹോമോഫോബിയ വെറും തോട്ട് ക്രൈംസ് ആണെന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതായത് 1957 മാവോവിൻ്റെ ഒരു പ്രസംഗമാണ് ഓൺ ദ കറക്റ്റ് ഹാൻഡ്ലിങ് ഓഫ് കോൺട്രഡിക്ഷൻസ് എമംഗ് ദ പീപ്പിൾ. കറക്റ്റായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ വാക്ക് ഒരു പരിഹാസമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിൻപിയാവോ, ഘടകൻ ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞ പോലെ കൃത്യമായ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുടെ ആ രീതിയെ കളിയാക്കാൻ വേണ്ടി ലെഫ്റ്റ് ഉപയോഗിച്ചൊരു വാക്കാണ് അടിച്ചു മാറ്റി. ഇപ്പോഴും ഇങ്ങനെ ലെഫ്റ്റ് എന്നുള്ള വാക്കിനെ മാർക്സിയർ അടിച്ചു മാറ്റിയതുപോലെ ഇവിടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഈ ഒരു തമാശ വാക്കിനെ ഇടതുപക്ഷക്കാരുടെ അടുത്ത് അടിച്ചു മാറ്റിയിട്ട് വലതുപക്ഷക്കാർ അവർക്ക് തന്നെ അതിനെ കംപ്ലീറ്റ് അർത്ഥം മാറ്റി തിരിച്ചു ഉപയോഗിക്കാനുണ്ടായിരുന്നു. Politically correct became a kind of in joke among American leftists, something you called a fellow leftist when you thought he or she was being self-righteous. The term was always used ironically. അവർ ലെഫ്റ്റ് ഉപയോഗിച്ചിരുന്നത് ഒരു തമാശ രൂപത്തിൽ കളിയാക്കാനൊക്കെ. ഇവിടെയുള്ള ലെഫ്റ്റിസ്റ്റുകളെ തന്നെ അമിതമായ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അവരെ കളിയായിക്കൊണ്ടിരുന്നു. 1980 അവസാനം വരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് ഇറ്റ് വാസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി വിത്തിൻ ദ ലെഫ്റ്റ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾവേസ് ഐറോണിക്കലി, തമാശയായിട്ട്, ആസ് എ ക്രിട്ടിക് ഓഫ് എക്സസീവ് ഓർത്തഡോക്സി. വലിയ പ്രത്യയശാസ്ത്ര ദൃഢതയുടെ ഒക്കെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ബട്ട് സൂൺ ഇനഫ് ദ ടേം വാസ് റീബ്രാൻഡഡ് ബൈ ദ റൈറ്റ് ഹു ടേൺഡ് ഇറ്റ്സ് മീനിങ് ഇൻസൈഡ് ഔട്ട്. കംപ്ലീറ്റ് മാറ്റി, അതിൻ്റെ അർത്ഥമേ മാറ്റി.
All of a sudden, instead of being a phrase that leftists used to check dogmatic tendencies within their movement, political correctness became a talking point for neo-conservatives. കൺസർവേറ്റീവുകളായി മാറി, നമ്മുടെ റൈറ്റ് വിങ്ങിൻ്റെ ആയി. ദേ സെഡ് ദാറ്റ് PC കോൺസ്റ്റിറ്റ്യൂട്ട് എ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്, ലെഫ്റ്റ് വിങ്ങിൻ്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് ദാറ്റ് വാസ് സീസിങ് കൺട്രോൾ ഓഫ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദേ വെയർ ഡിറ്റർമിൻഡ് ടു സ്റ്റോപ്പ്. ഇത് നിർത്തണം എന്നുള്ള ഒരു പുതിയ ഇത് വന്നു. 1987 വന്ന ഇത് അലൻ ബ്ലൂമിൻ്റെ ദ ക്ലോസിംഗ് ഓഫ് ദ അമേരിക്കൻ മൈൻഡ്, അതാണ് ഒരു ആദ്യത്തെ എൻ്റെ ഒരു പുസ്തകം. അതുപോലെ തന്നെ 1991 ദിനേശ് ഡിസൂസ, ഇയാൾ ഇന്ത്യക്കാരനാണ്. ഇതൊരു പുസ്തകമായിട്ട് ഈ ബ്ലൂമും ഡിസൂസയും അതുപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട്, ഞാൻ അതിലേക്ക് വരും, നമ്മുടെ റോജർ കിംബൽ. 3 ആൾക്കാരാണ്. ഈ 3 പുസ്തകങ്ങളാണ് ഇന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 പുസ്തകങ്ങളാണ് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. ഈ 2 പുസ്തകങ്ങൾ, ഈ 2 പേരും, അതായത് ബ്ലൂമും ഡിസൂസയും, ദേ വെയർ ഫണ്ടഡ് ബൈ നെറ്റ്വർക്ക്സ് ഓഫ് കൺസർവേറ്റീവ് ഡോണേഴ്സ് എന്നുള്ളതാണ്. അവിടുത്തെ ഈ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് കക്ഷികളുടെ ആ ഡോണേഴ്സാണ്, ആ പൊളിറ്റിക്കൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി ബന്ധമുള്ള റിപ്പബ്ലിക്കൻ ഗ്രൂപ്പ്, കൺസർവേറ്റീവായിട്ടുള്ള ചില ധനികന്മാരാണ് ഇവരെ ഫണ്ട് ചെയ്തത്. പർട്ടിക്കുലർലി ദ കോക്ക്, ഓലിൻ ആൻഡ് സ്കൈ ഫാമിലീസ്. ഈ ഫാമിലീസാണ് ഹു ഹാഡ് സ്പെൻഡ് ഇൻ 1980s ബിൽഡിംഗ് പ്രോഗ്രാംസ് ദാറ്റ് ദേ ഹോപ്പ് വുഡ് ക്രിയേറ്റ് എ ന്യൂ കൗണ്ടർ ഇൻ്റലിജൻഷ്യാണ്. അതായത് ഒരു എന്താണ്, പ്രതി ബുദ്ധിജീവികളെ ഉണ്ടാക്കാൻ, കൗണ്ടർ ഇൻ്റലിജൻസിയെ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇവരൊക്കെ ഫണ്ട് ചെയ്തത്. ഇത് എന്താ പറയുക, കൃത്യമായിട്ട് തെളിവുകളോടുകൂടിയിട്ടുള്ള ഒരു പഠനമാണ്. അതായത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ അലൻ ബ്ലൂം, ഡിസൂസൊക്കെ ഉള്ള പണം വന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഈ കോക്ക്, ഓളിൻ, സ്കൈ ഫാമിലീസ് എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഇല്ലിബറൽ എഡ്യൂക്കേഷൻ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ദിനേശ് ഡിസൂസ അതിൻ്റെ ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ട്. അയാൾ അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ജോൺ ഓളിൻ ഫൗണ്ടേഷൻ, അവരൊക്കെ അന്ന് പറഞ്ഞു ജോൺ ഓളിൻ ഫൗണ്ടേഷനാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. ഈ അതിലെ ജോൺ ഓളിൻ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായ വില്യം സൈമൺ ഈ കൺസർവേറ്റീവ്സിനോടുള്ള ആഹ്വാനം എന്താ വെച്ചാൽ, ദേ മസ്റ്റ് ബി ഗിവൺ ഗ്രാൻസ് ആൻഡ് മോർ ഗ്രാൻസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ബുക്സ് ആൻഡ് മോർ ബുക്സ് എന്നാണ്. അതായത് ഈ ലെഫ്റ്റിനെ, പാർട്ടി ഓഫ് പ്രോഗ്രസ്സിനെ തടയാൻ വേണ്ടിയിട്ടുണ്ട്, അതിന് കൃത്യമായൊരു കൗണ്ടർ ഇൻ്റലിജൻസിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്ത് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് അമേരിക്കയിൽ മാത്രം സാധ്യമായ സംഗതി. അവിടെ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ പരിപാടി ചെയ്തത്. ദിനേശ് ഡിസൂസയുടെ ജീവിതത്തിലൊക്കെ വലിയ രസമാണ്. അയാൾ 61 ജനിച്ചു ബോംബെയിൽ. എന്നിട്ട് അമേരിക്കയിൽ ഒരു റോട്ടറി ക്ലബിൻ്റെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ അമേരിക്ക പോവുകയാണ്. അവിടെ സ്റ്റുഡൻ്റായി ഡിഗ്രി കഴിഞ്ഞു. അവിടെ ഈ അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ പോയിട്ട് വലിയ വിശ്വാസിയാണ്. നമ്മൾ അയാളുടെ ഡീറ്റെയിലേക്ക് ചിലപ്പോൾ വരും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ഡിസൂസയും അലൻ ബ്ലൂമിനെയും പറ്റി നമ്മൾ പറഞ്ഞതുപോലെ അതേപോലൊരു ഫണ്ടിങ് ആണ് റോജർ കിംബൽ. 3 പുസ്തകങ്ങളായാലും ആ കാലത്ത് വന്നിട്ടുള്ളത്. റോജർ കിംബലിൻ്റെ ടെൻവേർഡ് റാഡിക്കൽസ്. മൂപ്പര് ഈ ന്യൂ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ജേർണലിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത്. ടെൻവേർഡ് റാഡിക്കൽസ്, ഹൗ പൊളിറ്റിക്സ് ഹസ് കറക്റ്റഡ് അവർ ഹയർ എഡ്യൂക്കേഷൻ. ഈ 3 പുസ്തകങ്ങളിൽ കൃത്യമായി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് പറഞ്ഞത് ഈ ദിനേശ് ഡിസൂസയുടെ ബുക്കിൽ മാത്രമാണ്. അതിന് മുമ്പ് വന്നത് ഞാൻ ആദ്യം പറഞ്ഞ ലേഖനം ദിനേശ് ഡിസൂസയുടെ ബുക്കിൽ മാത്രമാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആശയങ്ങളൊക്കെ ഈ 3 പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. ദ ന്യൂ ക്രൈറ്റീരിയൻ വേർ കിംബൽ വർക്ക്ഡ് വാസ് ഓൾസോ ഫണ്ട് ബൈ ദ ഒലിൻ ആൻഡ് സ്കൈ ഫൗണ്ടേഷൻ. സെയിം ആൾക്കാരാണ്. ഒലിൻ, സ്കൈ ഫൗണ്ടേഷൻസ് തന്നെയാണ് ആർക്ക് ഫണ്ട് കൊടുക്കുന്നത്? റോജർ കിംബലിന് കൊടുക്കുന്നത്. റോജർ കിംബലിൻ്റെ ഈ ജേണൽ, ന്യൂ ക്രൈറ്റീരിയൻ എന്ന ജേണൽ നടത്തുന്നത് ഈ ഫൗണ്ടേഷൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയിലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചില ഫൗണ്ടേഷൻസ്, ഈ ചില ഫാമിലീസ്, ഒളിൻ, സ്കൈ ഫൗണ്ടേഷൻസ് ഒക്കെയാണ് ഈ 3 പുസ്തകങ്ങൾക്കും, അലൻ ബ്ലൂമിൻ്റേതായാലും ശരിയാണ്, റോജർ കിംബലിൻ്റെ ആയാലും ശരിയാണ്, ദിനേശ് ഡിസൂസയുടെ ആയാലും ശരിയാണ്, ബ്ലൂംസ് ആൻഡ് കിംബൽസ്, ഈ 3 ബുക്കുകൾക്കും ഫണ്ട് ചെയ്തിട്ടുള്ളത്. 3 ബുക്കുകളുടെയും പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് അമേരിക്കൻ കൺസർവേറ്റീവ്സ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായി ഈ വാക്കിനെ ഹൈജാക്ക് ചെയ്തിട്ട് ചെയ്തതാണ്. അത് ആരോപണമല്ല, കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൂമിന് കിംബലിന് ബുക്കിൽ ഈ വാക്ക്, പൊളിറ്റിക്കൽ കറൻസിലുള്ള വാക്ക് വന്നില്ല. 87-ലും 90-ലുമാണത്. അതെ, 87-ലും 90-ലാണ്. 91-ൽ വന്ന ഈ ദിനേശ് ഡിസൂസയുടെ ഇല്ലിബറൽ എഡ്യൂക്കേഷൻ എന്നുള്ള ബുക്കിലാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക് തന്നെ കൃത്യമായി പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് മുമ്പേ 90-ൽ നമ്മൾ പറഞ്ഞ ലേഖനത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 80-കളുടെ അവസാനവും 90-കളുടെ ആദ്യവുമായി കൃത്യമായ കൺസർവേറ്റീവ് ഫണ്ടിങ് വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സാംസ്കാരിക എന്താ പറയുക പ്രവർത്തനം, തീവ്രവാദം തന്നെ പറയുകയാണെങ്കിൽ ഒരു പ്രവർത്തനമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്കിന് നിർമ്മിതി.
ഇവിടെ പിന്നിലുള്ളത്. കാരണം അത് ആ ഒരു വാക്കിന് വേണ്ടി നിർമ്മിച്ചതല്ല, കൗണ്ടർ ഇന്റലിജൻഷ്യ, ഗിവ് ദം ഗ്രാൻസ് ആൻഡ് ഗ്രാൻസ് സോ ദാറ്റ് ദേ പ്രൊഡ്യൂസ് ബുക്സ് ആൻഡ് ബുക്സ് എന്നുള്ള അവരുടെ ആ ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കൗണ്ടർ ഇന്റലിജൻഷ്യ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ ഹൈജാക്കിംഗ് നടന്നിട്ടുള്ളത്. ഇതിപ്പം 2015 അറ്റ്ലാന്റിക്കിൽ ദ കോഡ്ലിംഗ് ഓഫ് ദി അമേരിക്കൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രെഗ് ലുക്കിനിയോഫ് ആൻഡ് ജൊനാഥൻ ഹൈറ്റ് രണ്ടുപേരുണ്ട്. 2015 ഇഷ്യൂവിൽ ഈ ലേഖനം വന്നു. ഇതും പൊളിറ്റിക്കൽ കറൻസിയുടെ സമീപകാലത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലുക്കിനിയോഫ് ഹി ഈസ് ഹെഡ് ഓഫ് ദ ഫൗണ്ടേഷൻ ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ, അനദർ ഓർഗനൈസേഷൻ ഫണ്ടഡ് ബൈ ഒലിൻ ആൻഡ് സ്കേപ്പ് ഫാമിലീസ്. ഇതേ കൺസർവേറ്റീവ് ഡോണേഴ്സ് തന്നെ 1990 മുതൽ ഈ ഡിസൂസിയെയും ബ്ലൂമിനെയും കിംബലിനെയും ഒക്കെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ ആൾക്കാരാണ് 2015 പൊളിറ്റിക്കൽ കറൻസിയുടെ ഈ ലേഖനം എഴുതിയ ലുക്കിനോഫിനെയും ഫണ്ട് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള അമേരിക്കൻ റൈറ്റിന്റെ ഒരു നിർമ്മിതിയാണ് ഈ പൊളിറ്റിക്കൽ കറന്റ്. അതിന് മാത്രമല്ല, കൗണ്ടർ ഇന്റലിജൻഷ്യ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ വാക്ക് ലെഫ്റ്റിന്റെ അടുത്തുനിന്ന് ഈ സ്നാൾ വേർഡിന്റെ നിർമ്മിതി ഉണ്ടായിട്ടുള്ളതാണ്. PC വാസ് എ യൂസ്ഫുൾ ഇൻവെൻഷൻ ഫോർ ദ റിപ്പബ്ലിക്കൻ റൈറ്റ്. അതൊരു യൂസ്ഫുൾ ഇൻവെൻഷൻ, അവർക്കൊരു ഉപയോഗപ്രദമായ കണ്ടുപിടുത്തമായി. ബിക്കോസ് ഇറ്റ് ഹെൽപ് ദ മൂവ്മെന്റ് ടു ഡ്രൈവ് എ വെഡ്ജ് ബിറ്റ്വീൻ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആൻഡ് ദ ഡെമോക്രാറ്റ്സ് ഹു ക്ലെയിം ടു സ്പീക്ക് ഫോർ ദം. അത് അവിടുത്തെ സാധാരണ വൈറ്റ് അധ്വാനിക്കുന്ന ആൾക്കാരും ഡെമോക്രാറ്റ്സിന്റെ ഇടയിൽ ഒരു വെഡ്ജ് ഇടാൻ, അതിനൊരു ആപ്പ് വെക്കാൻ ഈ വാക്ക് ഉപയോഗിച്ച് സാധിച്ചു എന്നാണ് നിരീക്ഷണം. ആ കാലത്ത് ബിക്കോസ് മൾട്ടി കൾച്ചറലിസം, അതിനാണ് ഡെമോക്രാറ്റ്സ് നിൽക്കുന്നത്. അതായത് മൾട്ടി കൾച്ചറലിസം, വിവിധ ഈ സാംസ്കാരിക വൈവിധ്യം എന്ന ആശയം. മറ്റേത് വൈറ്റ് സുപ്രീമസിയാണ്. ദാറ്റ് ഇസ് അസോസിയേറ്റ് ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ആ സമയത്താണ് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി ചില ജോബുകളൊക്കെ ബാംഗ്ലൂരിലാവുന്നത്. ബാംഗ്ലൂരിലേക്ക് കുറേ ജോബുകൾ വരുന്നു, ചെന്നൈയിലേക്ക് വരുന്നു, ബീജിങ്ങിലേക്ക് പോകുന്നു. അവരുടെ ജോലികൾ നഷ്ടപ്പെടുകയും ഈ സാധാരണ വൈറ്റ് ആൾക്കാർക്ക് വർക്കിംഗ് ക്ലാസ്സിൽ ജോലി ഇല്ലാതാവുകയും ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിച്ചു? It allowed conservatives to displace responsibility for the hardship that many of their constituents were facing. It was not the slashing of social service. അവരുടെ ബജറ്റിലെ കട്ടിങ്ങോ മറ്റവരുടെ ടാക്സുകൾ കുറച്ചതുകൊണ്ടോ ഈ പണക്കാർക്ക് ടാക്സുകൾ കൺസർവേറ്റീവ് റെജിം കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. യൂണിയൻ ബസ്റ്റിംഗ് ഓർ ഔട്ട്സോഴ്സിംഗ് ദാറ്റ് വാസ് ദ കോഴ്സ് ഓഫ് ദർ പ്രോബ്ലംസ്. ഇറ്റ് വാസ് ദോസ് ഫോറിൻ അതേഴ്സ്. മറ്റവരുടെ പേരിലേക്ക് ഉത്തരവാദിത്വം ചുമത്തുക. അവിടെ വരുന്ന അഭയാർത്ഥികളാണ് പ്രശ്നം, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് പ്രശ്നം, മെക്സിക്കൻസ് ആണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തേണ്ടതാണ്. ആ ഒരു കൂട്ടത്തിലാണ് നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള വാക്കും വരുന്നത്. Political correctness became a term used to drum into public imagination that idea that there was a deep divide between ordinary people and the liberal elite. അതാണല്ലോ പറയാം. അത് ഗ്രാമ്യഭാഷ സംസാരിച്ചാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷ. അങ്ങനെയാണ്. അത് സാധാരണക്കാരൻ്റെ ഒരു രീതിയും ലിബറൽ എലൈറ്റിൻ്റെ വേറൊരു രീതിയും, ശ്രേഷ്ഠ ഭാഷയും. അപ്പോൾ who sought to control the speech and thoughts of regular folk. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നെറേറ്റീവ് ഉണ്ടാകുന്നത്. സാധാരണക്കാരൻ്റെ ആശയ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനെ ഫെമിനിച്ചി കൊച്ചമ്മമാർ തടയുകയാണ്. ഈ ഫെമിനിച്ചി കൊച്ചമ്മ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ ഫെമിനിസ്റ്റുകൾക്കെതിരെ പ്രയോഗിക്കുന്നതിൻ്റെ പിന്നിൽ ഇതാണ് ഈ ഒരു സംഭവമാണ് ഇരിക്കുന്നത്. അതായത് ഇതൊക്കെ കൊച്ചമ്മമാരുടെ സാധനമാണ്. ഫെമിനിസം എന്ന് പറയുന്നത് കൊച്ചമ്മ, ഫെമിനിച്ചി കൊച്ചമ്മ, ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഇത് വെഡ്ജാണ് ഉണ്ടാകുന്നത്. ഇത് സാധാരണക്കാരല്ല. ഈ ഫെമിനിസം പറയുന്നത് സാധാരണക്കാരല്ല, ഇത് വേറെന്തൊരു സംഭവമാണ്. ഈ വെഡ്ജ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് എ വെഡ്ജ് ബിറ്റ്വീൻ ഈ എന്താ പറയുക, ഈ ആരാണോ ഈ സോക്കോൾ എന്താ പറയുക, ഈ സാധാരണക്കാരനും വേണ്ടി സംസാരിക്കുന്നവനും ഇടയിലൊരു ആപ്പ് കയറ്റുന്നതാണ് കൺസർവേറ്റീവ്സ് ചെയ്യുന്നതാണ് ഒരു നിരീക്ഷണം. ഒപ്പോസിഷൻ ടു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓൾസോ ബിക്കം എ വേ ടു റീബ്രാൻഡ് റാസിസം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ എതിർക്കുക എന്ന വാക്ക്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ 1959 മുദ്രാവാക്യത്തിനെ എതിർക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവും. അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ എതിർക്കുക എന്നത് എന്താണ്? ഇറ്റ് ഇസ് എ വേ ടു റീബ്രാൻഡ് റേസിസം എന്നാണ്. അതായത് ഈ വംശീയമായ അപമതികൾ, വംശീയതയെ റീബ്രാൻഡ് ചെയ്യാൻ, പുതിയ ബ്രാൻഡിൽ വിൽപ്പന നടത്താൻ, ഇൻ വേസ് ദാറ്റ് വർ പൊളിറ്റിക്കലി ആക്സെപ്റ്റബിൾ ഇൻ ദ പോസ്റ്റ് സിവിൽ റൈറ്റ്സ് ഇറ. അതായത് അമേരിക്കയിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ റാസിസം പറയാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതിനെ റീബ്രാൻഡ് ചെയ്യണം. അപ്പോൾ റാസിസത്തിനെ റീബ്രാൻഡ് ചെയ്തതാണ് ആൻറ്റി-PC. ആൻറ്റി-PC ഈസ് എ വേ ടു റീബ്രാൻഡ് റാസിസം. ഇത് നമുക്ക് എങ്ങനെ കാണാം? നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഈ അവസ്ഥയിൽ ഇന്ത്യയിൽ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഒരേ ആൾക്കാരാണ്. ഇപ്പം റിസർവേഷൻ എതിർക്കുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ റിസർവേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗൂഗിൾ സെർച്ച് ഇമേജ് കൊടുത്താൽ കിട്ടുന്ന ഇമേജുകൾ നോക്കും.
ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ ഉണ്ട്. എല്ലാം ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം പിന്നെ ഇതിനെതിരായിട്ടുള്ള. നോക്കൂ, ജനറൽ കാറ്റഗറി, ഈ പൈപ്പിൽ വരുന്ന വെള്ളം മുഴുവനും ഇവിടെ SC ST കാരൻ ഒരു വലിയ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കുക. ഇവിടെ ഇരിക്കുന്ന ജനറൽ കാറ്റഗറിക്ക് 2-3 തുള്ളിയേ വരുന്നുള്ളൂ. നോ ടു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ റിസർവേഷൻ സിസ്റ്റം. ഒരു സാധാരണക്കാരൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മായാവതിനെ കളിയായിക്കൊണ്ട് കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ 30% ഈ പിന്നെ ഷെഡ്യൂൾഡുകാരെ വിളിക്കണം, റിസർവേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡുകാർ ഇവിടെ ഇരുന്നിട്ട് മറ്റവർ ചവിട്ടിപ്പുറത്താക്കുന്നു. ഈ തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് പോസ്റ്റ് മണ്ടൽ എറയിലെ റീബ്രാൻഡിങ് ഓഫ് റാസിസം ഞാൻ പറയുന്നത്. അതായത് ഇത്രയും കാലം പാളയെ കഞ്ഞി കുടിപ്പിച്ചവരും തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചവരും അത് ചെയ്യാൻ പറ്റാത്തപ്പോൾ ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ഇത്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെയും എതിർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്ന വികാരമാണ്. ഐ വാസ് ബോൺ ഇന്റലിജന്റ് ബട്ട് റിസർവേഷൻ റൂയിൻഡ് മീ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്, ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഗൗരി ചോവത്തി പുല്ല് പറിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, അവരെ കടന്ന് ഇങ്ങോട്ട് വരികയാണ്. പുല്ല് പറിക്കാൻ പോകുന്നതിന് പകരം ഇവരൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്നു, IIT പഠിക്കാൻ വരുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമുണ്ട്. അതുണ്ടാക്കുന്ന ആ ഒരു ടർമോയിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ എതിർക്കുന്നവരുടെയും പിന്നിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അമേരിക്കൻ ചിത്രം എങ്ങനെയാണ് ഇന്ത്യയിൽ വരുന്നത്. കൃത്യമായി ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങളെ എന്താണ് നിങ്ങൾ അസ്വസ്ഥനാക്കുന്നതെന്ന് നോക്കിയാൽ ഞാൻ വിചാരിക്കുന്നതാണ്. നിങ്ങൾ എന്താണ് ബോധർ ചെയ്യുന്നത് നോക്കിയാൽ എനിക്ക് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ നിലപാടെന്ന് പറയാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ റിസർവേഷനാണ് കയറി വരുന്നത് പറയുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ ഈ റാസിസമാണ്, നിങ്ങൾ ജാതീയത നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുള്ള വ്യക്തമാക്കും. അതേപോലെയാണ് ഈ സംഗതി. നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എതിരെ നിങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് വലതുപക്ഷ രാഷ്ട്രീയമാണ്, ഈ ജാതീയതയാണ്. ഈ ഇന്ത്യയിലുണ്ടായിരുന്ന ദീർഘകാലമായി നിൽക്കുന്ന ഈ ജാതീയതയും പിന്നെ വലതുപക്ഷ ചിന്താഗതി ഞാൻ പറയും. അതായത് ദ പാർട്ടി ഓഫ് ഓർഡർ ഇവിടെ നിലനിന്ന് പോകുന്നത് ദശാബ്ദങ്ങളായി സഹസ്രാബ്ദങ്ങളായി നിലനിന്ന് പോകുന്ന ഓർഡർ ഉണ്ടല്ലോ, ഈ മഹത്തായ ഇന്ത്യൻ ഓർഡർ, അതിനോടുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് വാസ്തവത്തിൽ നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക്, ആൻറ്റി പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് അതൊരു വിഷയമല്ല വാസ്തവത്തിൽ. നിങ്ങൾ ഈ റിസർവേഷൻ എതിർക്കുക, അത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഈ റിസർവേഷനൊക്കെ എത്രയോ നിസ്സാരമായ ഒരു വ്യത്യാസം മാത്രമേ ഈ ജോബ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതാണ് നിങ്ങൾ വരിയുന്നതാണ്. അതായത് IIT കേരളത്തിലെ എയ്ഡഡ് അധ്യാപകരിൽ 0% 0.33% ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ളൂ. അത്ര നിസ്സാരമായ ഇതേ ഉള്ളൂ. അതാണ് നിങ്ങളെ വരിയുന്നത്. അപ്പോൾ അങ്ങനെ വരി ചെയ്യുന്നെങ്കിൽ ഇതുപോലെ നിങ്ങളെ ഏത് സാധനമാണ് ബോധർ ചെയ്യുന്നത് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക്, നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെന്നുള്ളത്. ഇത് നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണ്. 1991 പ്രസിഡന്റ് ബുഷ് ഒരു കമൻസ്മെന്റ് സ്പീച്ച് യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗണിൽ കൊടുക്കുന്നു. അവിടെയാണ് അദ്ദേഹം ഇതൊരു കൃത്യമായ രാഷ്ട്രീയക്കാരെടുത്ത് പറയാൻ പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇസ് എ മേജർ ഡേഞ്ചർ ടു അമേരിക്ക. അദ്ദേഹം ഇതാണ് പറഞ്ഞത്. ഇൻ ദ 200th anniversary of our Bill of Rights we find free speech under assault. നമ്മൾ ഇപ്പം എങ്ങനെയാണ് ഇവിടെ ഇതിനെ എതിർക്കുന്നത്? സേ നോ ടു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ. ഐ വാസ് ബോൺ ഇൻ ഡൽഹി, റിസർവേഷൻ റൂയിൻഡ് മീ. അബാൻഡൻ കാസ്റ്റ്, ജാതി ഉപേക്ഷിക്കുക. മുദ്രാവാക്യം ഭയങ്കര നല്ല മുദ്രാവാക്യം. അതുപോലെ തന്നെയാണ് ഇവിടെ ഇയാൾ പറയുന്നത് ഫ്രീ സ്പീച്ച് ഈസ് അണ്ടർ അസോൾട്ട്. Throughout the United States, the notion of political correctness has ignited controversy across the land. In their own Orwellian way, crusades that demand correct behavior crush diversity in the name of diversity. ഇതേ വാചകങ്ങളാണ്, ഇതാണ്ട് സമാനമായ ആകാംക്ഷകളാണ് നമ്മുടെ ഈ പോസ്റ്റ് മണ്ടൽ കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടി ഓഫ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞ ഈ ANTI-PC ടീം പ്രദർശിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ റീഇൻകാർഷനാണ് ഡൊണാൾഡ് ട്രംപ് സ്ലേസ് ദ ഡ്രാഗൺ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം കാണിച്ച ചിത്രത്തിൻ്റെ ആ പേജ് ഇങ്ങനെ തുടങ്ങുന്നത് ഡൊണാൾഡ് ട്രംപ് സ്ലേസ് ദ ഡ്രാഗൺ ഓഫ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ്. അപ്പോൾ they have put political correctness above common sense, above your safety and above all else. I refuse to be politically correct എന്നാണ് അത് പറയാം. നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മെയിൻ വാചകം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് രാജ്യത്തിന് ആകെ നശിപ്പിക്കുന്നത് എന്തോ ഒരു ഭീകര സത്വമാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നത്. What liberals might have seen as language changing to reflect an increasingly diverse society. സമൂഹം നേരത്തെ അകത്തളങ്ങളിലിരുന്നവർ, പുല്ല് പറിച്ചുകൊണ്ടിരുന്നവർ, പാളയിൽ കഞ്ഞി കുടിച്ചിരുന്നവർ, ഇവരൊക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ നിങ്ങളെ തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്നവർ ഇപ്പം അടുത്തൊരു കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച്
നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറണം, നിങ്ങളുടെ ഭാഷയൊന്ന് മാറണം. ഇത്രയും ഈ പറയുന്ന കാര്യത്തിനെ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന ഒരു ഭൂതമാണ്. ഇൻ വിച്ച് സിറ്റിസൻസ് അറ്റംപ്റ്റ് ടു അവോയ്ഡ് ട്രംപ് സോ എ കോൺസ്പിരസി. ട്രംപും പറയുന്നതാണ്, ബുഷ് പറഞ്ഞിരുന്നതാണ്, ഡിസൂസ പറഞ്ഞതാണ്, അലൻ ബ്ലൂം പറയുന്നതാണ്, കിംബല് പറയുന്നതാണ്, ഇവിടെ നമ്മളെ NDPC-കാർ പറഞ്ഞതാണ്. അമേരിക്ക പുസ്തകങ്ങൾ മാത്രം കാര്യമായി വായിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്ന നമ്മുടെ NDPC ആക്ടിവിസ്റ്റുകളും ഇതന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഡൊണാൾഡ് ട്രംപ് അത് ഏത് ലെവലിലേക്ക് കൊണ്ടുവന്നു നമുക്കൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മെഗിൻ കെല്ലിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സംവാദം ആദ്യം വായിക്കാം, എന്നിട്ട് ഒന്നുകൂടി കേട്ടാൽ സബ് ടൈറ്റിലോടി കേൾക്കുമ്പോൾ ഇതിന് മനസ്സിലാവും. അപ്പോൾ മെഗിൻ കെല്ലി ചോദിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനോട്, യു ഹാവ് കോൾഡ് വിമൻ യു ഡോണ്ട് ലൈക്ക് ഫാറ്റ് പിഗ്സ്. സ്ത്രീകൾ അദ്ദേഹം വിളിച്ച വാക്കുകളാണ്. തടിച്ചി പന്നികൾ, പട്ടികൾ, ഡോഗ്സ്, സ്ലോബ്സ് ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് ആനിമൽസ്, ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് കെല്ലി പോയിന്റ് ഔട്ട് ചെയ്യും. യു വൺസ് ടോൾഡ് എ കണ്ടസ്റ്റന്റ് ഓൺ സെലിബ്രിറ്റി അപ്രന്റീസ് ഇറ്റ് വുഡ് ബി എ പ്രെറ്റി പിക്ചർ ടു സീ ഹർ ഓൺ ഹെർ നീസ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞ ബാധ്യതയാണ്. ഐ തിങ്ക് ദ ബിഗ് പ്രോബ്ലം ഇതിനുള്ള മറുപടിയാണ്, ഐ തിങ്ക് ദ ബിഗ് പ്രോബ്ലം ദിസ് കൺട്രി ഹാസ് ഈസ് ബീങ് പൊളിറ്റിക്കലി കറക്റ്റ്. മറുപടിയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ തെറി വിളിച്ചിട്ടില്ലേ സ്ത്രീകളെ ചോദിക്കുന്നതിനുള്ള മറുപടി എന്താണ്? ഐ തിങ്ക് ദ ബിഗ് പ്രോബ്ലം ഇൻ ദിസ് കൺട്രി ഈസ് ബീങ് പൊളിറ്റിക്കലി കറക്റ്റ്. ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്. ട്രംപ് ആൻസേർഡ് ടു ഓഡിയൻസ് അപ്ലോസ്. ജനങ്ങൾ മൊത്തം കൈയടിച്ചു. 215 ആൾക്കാരെ ലൈക്ക് ചെയ്തില്ലേ, അതേപോലെ കൈയടിച്ചു. I have been challenged by so many people. I don't frankly have time for total political correctness. And to be honest with you, this country doesn't have time either. ഇങ്ങനെയൊക്കെ സ്ത്രീകളെ വിളിക്കാനും ചോത്തിയെ പുല്ല് പറിക്കാനേക്കാനും തമ്പ്രാനെ വിളിപ്പിക്കാനും പഴയ കഞ്ഞി വിളിപ്പിക്കാനുമുള്ള ഓർഡർ ഓഫ് പാർട്ടി അതുണ്ടല്ലോ, അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ഇതാണ് എക്സാക്ട്ലി പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. ദിസ് ഈസ് ഹൗ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈസ് ബീങ് യൂസ്ഡ്. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം. ഇതാണ് മനസ്സിലാക്കണം. വാർ ഓൺ വിമൻ, ഇത് സ്ത്രീകൾക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗം, ഇയാളും കൂടെ ആ പ്രോബ്ലത്തിന്റെ ഭാഗമാണെന്ന് ഹില്ലരി ക്ലിന്റൺ പറഞ്ഞത് എന്താ മറുപടി പറഞ്ഞു ചോദിക്കുമ്പോൾ അതിനും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് ഉപയോഗിക്കുന്നത് ഇയാളുടെ ഏറ്റവും മോശമായ രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങളൊക്കെ ന്യായീകരിക്കാൻ അദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾക്ക് യു ആർ ബീങ് പൊളിറ്റിക്കൽ കറക്റ്റ്, എനിക്ക് അതിനുള്ള നേരില്ല എന്നാണ്. അപ്പോൾ എന്താ, ഇതാണ് സ്നാൾ വേർഡ് എന്ന് പറഞ്ഞത്. കൃത്യമായിട്ട് ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പ്രയോഗിക്കപ്പെടുന്നത്. ഇതേ രീതിയിലാണ് ഇത് കേരളത്തിലും പ്രയോഗിക്കപ്പെടുന്നത്. ആസ് എ കാൻഡിഡേറ്റ് Trump inaugurated a new phase of anti-political correctness. ഇത് മുഖ്യമന്ത്രി ചെയ്തത്. Just how many different ways Trump deployed this tactic to his advantage. Trump did not simply criticize the idea of political correctness. അതിനെ എതിർക്കുക മാത്രമല്ല, he actually said and did the kind of outrageous things that PC culture supposedly prohibited. അതായി പുതിയ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഡിസബിലിറ്റിയുള്ള ആൾക്കാരെ, സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലല്ലാതെ എവിടെയോ തള്ളപ്പെട്ടിരുന്ന ദളിതർ, സ്ത്രീകൾ ഉള്ള ആൾക്കാർ പൊതുമണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റ് പൊതുമണ്ഡലത്തിലെ അംഗങ്ങൾ പ്രകടിപ്പിക്കേണ്ട ചില സാമൂഹ്യ മര്യാദകളെ, ചില ഭാഷാ മര്യാദകളെ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അതൊന്നും കാണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പരസ്യമായി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ NDPC പാർട്ടിയുടെ ഇന്നത്തെ ഈ രീതിയിൽ ഒരു അംഗവൈകല്യമുള്ള ഒരു റിപ്പോർട്ടറെയാണ് അദ്ദേഹം പരിഹസിച്ചത്. എന്നിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്, ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് ഒരു സ്നാൾ വേർഡ് കൊണ്ട് ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളെയാണ് വെള്ളപൂശുന്നത്. കാരണം ഇതിനെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. ഇത് കാണുമ്പോൾ നമുക്ക് മോശം തോന്നാൻ പാടില്ല. അതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ആ മെഗിൻ കെല്ലി അതിനെയാണ് വിമർശിച്ചത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, സ്ത്രീകളെ പന്നികളെ വിളിച്ചല്ലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ് ആവാൻ പറ്റില്ല. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വാക്കിന്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. Those leaders understood the power that anti-political correctness has to rally a class of voters. ഈ ആന്റി-പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കൊണ്ട് ഒരു വിഭാഗത്തിനെ കയ്യിലെടുക്കാൻ അവർക്ക് മനസ്സിലായി. ലാർജ്ലി വൈറ്റ് ഹു ആർ ഡിസഫക്റ്റഡ് വിത്ത് ദ സ്റ്റാറ്റസ് കോ ആൻഡ് റെസെന്റ്ഫുൾ ഓഫ് ഷിഫ്റ്റിംഗ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ മൾട്ടി കൾച്ചറലിസം, ഇങ്ങനെ സ്ത്രീകളുടെ മുന്നിലേക്ക് വരുന്നു, അങ്ങനെ ഉള്ള ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ റിസർവേഷൻ്റെ എതിർക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ഈ രീതിയിൽ റിവോൾട്ട് അഗൈൻസ്റ്റ് റിസർവേഷൻ ഈസ് നോ സൊല്യൂഷൻ, ഐ ഗോട്ട് 95% ബട്ട് വെർ ഈസ് മൈ ഫ്യൂച്ചർ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരെങ്ങനെയാണോ ഒരു പൊളിറ്റിക്കൽ അസറ്റ് ആവുന്നത് പാർട്ടികൾക്ക്? അതാണ് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭ കാലത്തൊക്കെ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു പാർട്ടിൻ്റെ അധികാരത്തിൽ വരുന്നത്? ഈ തരത്തിലുള്ള വികാരങ്ങളെ ഉണർത്തിയെടുക്കാനും ഒക്കെയാണ്. അതേ ഒരു രീതിയാണ് അമേരിക്കയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ ഉപയോഗിച്ചത്. ഈ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വോട്ടർ ഗ്രൂപ്പിനെ കയ്യിലെടുക്കാൻ കൺസർവേറ്റീവ്സിന് സാധിച്ചിട്ടുണ്ട്. They are wielding anti-political correctness as a weapon.
അമേരിക്കൻ കൺസർവേറ്റീവ്സ് ഇതിന് ഒരു ആയുധമായാണ് ഉപയോഗിക്കുന്നത്, ആന്റി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, യൂസിങ് ഇറ്റ് ടു ഫോർജ് എ ന്യൂ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് എ ഫ്രൈറ്റനിങ് ഫ്യൂച്ചർ. ഒരു നിരീക്ഷണം. ഇത് തന്നെ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ തരത്തിലുള്ള വാക്ക്, ഇപ്പോൾ ആന്റി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുള്ള വാക്കൊക്കെ പറയുകയും ഈ രീതിയിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമ്മളും അമേരിക്കയിൽ നിന്ന് കടമെടുക്കുമ്പം വാസ്തവത്തിൽ നമ്മളെയും കാത്തിരിക്കുന്ന ഒരു ഭീകരമായ ഭാവിയുണ്ട്. ഈ തരത്തിലുള്ളൊരു ഭാവി അതിന് മുതൽക്കൂട്ടാണ് ചെയ്യുന്നതെന്നാണ്. ഏത് തരം ബുദ്ധിജീവികളാണ് അമേരിക്കയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഏറ്റവും എതിർക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു ഭാഷയാണ്. ദിനേഷ് ഡിസൂസ, മറ്റേ മിലോ യാനോപോലോസ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ഈ ദിനേഷ് ഡിസൂസ? നമ്മൾ ക്രിസ്റ്റഫർ ഈച്ചൻസ് വേഴ്സസ് ദിനേഷ് ഡിസൂസ, എത്തീസം വേഴ്സസ് റിലീജിയൻ, ഇങ്ങനെ കുറേ എണ്ണം കാണാം. മൂപ്പര് ഈ റിലീജിയൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത്തീസ്റ്റുകളോട് സംവദിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്. വലിയ ബൈബിൾ തമ്പിങ് ക്രിസ്ത്യന, കംപ്ലീറ്റ് ദൈവത്തിൽ വിശ്വസിക്കുകയും എല്ലാ കാര്യങ്ങളും അത്തീസ്റ്റുകളെ കംപ്ലീറ്റ് ഇനിയും അത്തീസ്റ്റിനെ ഭയങ്കര തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതവിശ്വാസി, വിശ്വാസ പ്രസ്ഥാനക്കാരനാണ് ദിനേഷ് ഡിസൂസ. ഇയാളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വാക്ക് ഉണ്ടാക്കി എടുത്തുകൊണ്ടുവന്ന ആദ്യത്തെ ഒരാൾ. അമേരിക്കയിലെ വലിയ കൺസർവേറ്റീവ് ഗ്രൂപ്പിൻ്റെ വലിയ ബുദ്ധിജീവിയാണ് ഇപ്പോൾ. അയാൾ ഇപ്പോൾ ഒരു ക്യാമ്പസ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിനേഷ് ഡിസൂസ ഫെമിനിസ്റ്റുകൾ അദ്ദേഹം എതിർക്കുന്നതാണ്. എന്താണ് ഫെമിനിസ്റ്റുകൾ എറർ? The feminist error was to embrace the value of the workplace as greater than the value of the home. ഏത് മനോനിലയാണ് ഇവരൊക്കെ പുലർത്തുന്നതാണ്? ഇവരൊക്കെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആൾക്കാർ. സ്ത്രീകൾ ഫെമിനിസ്റ്റുകളുടെ എററാന്ന് പറയുന്നത് വെച്ചാൽ എന്ത്? കുടുംബത്തിൻ്റെ മൂല്യത്തെക്കാൾ വർക്ക് പ്ലേസിൻ്റെ മൂല്യത്തെ കണ്ടു എന്നതാണ് ഫെമിനിസ്റ്റിൻ്റെ കുഴപ്പം. ഈ മനുഷ്യരൊക്കെയാണ് അവിടുത്തെ ആൻറ്റി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വലിയ ആൾക്കാർ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എതിർക്കുന്ന ആൾക്കാർ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വലിയ ബുദ്ധിജീവികളാണല്ലോ. നമ്മളൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ. നമ്മൾക്ക് ഒന്നും അറിയില്ല, നമുക്ക് 100 തരം ഫെമിനിസ്റ്റ് അറിയില്ല, നമുക്ക് എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നറിയില്ല. നമ്മളോട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മഹാബുദ്ധിമാന്മാരെ എടുത്ത് കൊണ്ട് നടക്കുന്നത് ഈ ദിനേഷ് ഡിസൂസയെ പോലെയുള്ള ആൾക്കാരെ, മിലോ യാനോപോളിസിനെ പോലെയുള്ള ആൾക്കാരെയാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ദ എവിഡൻസ്. ദിനേഷ് ഡിസൂസ വലിയ ബുദ്ധിജീവിയാണ്, ഭയങ്കര ബുദ്ധിജീവിയാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ തലതൊട്ടപ്പനാണ്. വാട്ട് സോ ഗ്രേറ്റ് അബൌട്ട് ക്രിസ്ത്യാനിറ്റി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. റൊണാൾഡ് റീഗൻ്റെ ജീവചരിത്രം. ഗോഡ് ഫോർ സെക്കൻഡ്, ബാഡ് തിങ്സ് ഹാപ്പൻ, ഈസ് ദർ എ ഗോഡ് ഹു കെയർസ്, യെസ് ഹിയർ ഈസ് ദ പ്രൂഫ്, ദിനേഷ് ഡിസൂസ. ഈ ടൈപ്പ് മഹാബുദ്ധിജീവികളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഈ ഒരു പുസ്തകത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള പ്രയോഗിച്ച ആദ്യം ഈ ദിനേഷ് ഡിസൂസ 1991. ഇതുപോലുള്ള മഹാബുദ്ധിജീവികളെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള സംഗതി ഇവിടെ കൊണ്ടുവരുന്ന മഹാബുദ്ധിജീവികളായിട്ടുള്ള നമ്മുടെ സോക്കോൾഡ് യുക്തിവാദികൾ ഉന്നയിക്കുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെയുള്ള മിലോ യാനോപോളിസ് മുമ്പ് ഇതേമാതിരി തന്നെ അത്തീസ്റ്റിനെ ഒക്കെ ചില ഒരു വീഡിയോ ഒക്കെ കാണാതില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ വൈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മസ്റ്റ് എൻഡ്, മിലോ യാനോപോളിസ് ഓൺ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് എൻ വേർഡ്, മെൻ ഡോണ്ട് ഗിവ് എ എഫ് അബൌട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അങ്ങനെ കാണാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കര അടിച്ചു പൊളിക്കുന്ന കക്ഷിയാണ് ഈ മിലോ യാനോപോളിസ്. അദ്ദേഹത്തിൻ്റെ ഒരു എത്തീസ്റ്റ് ചർച്ചയുണ്ട്. അതിൽ പറയുന്നത് ദർ ആർ ലോട്ട്സ് ഓഫ് റോങ് പീപ്പിൾ ഇൻ ദ വേൾഡ് ആൻഡ് വൺ ഓഫ് ദ റോങ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ആർ എത്തീസ്റ്റ്സ്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മളിവിടുത്തെ യുക്തിവാദികൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻറ്റി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു മനോഭാവത്തെയാണ്, ചിന്താഗതിയെയാണ് ഇവരിവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മിലോ യാനോപോളിസ് ടെൽസ് ലെസ്ബിയൻ ഷീ ഡസന്റ് എക്സിസ്റ്റ്. മിലോ യാനോപോളിസ് ക്രഷസ് എ ഫെമിനിസ്റ്റ്. മിലോ യാനോപോളിസ് ഓൺ അബോർഷൻ ചെയ്യാൻ പാടില്ല. അബോർഷൻ മഹാപാവാന്നായികൾ പറഞ്ഞത് അവർ ചെയ്യാനേ പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്കാ കൺസർവേറ്റീവ്. മിലോ യാനോപോളിസ് ലവ്സ് ഡൊണാൾഡ് ട്രംപ്. ഒറ്റ പേജിൽ വന്നത് ഞാൻ വെറുതെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്. ഈ നിലപാടുകളുള്ള ആൾക്കാരാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചെയ്തൊരു ഭയങ്കര സംഭവമാണ് അത്. ഈ സ്നാൾ വേർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ വാസ്തവത്തിൽ ഏത് ഗ്രൂപ്പിൻ്റെ ആൻറ്റി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് വെച്ചാൽ ഏത് തരം അമേരിക്കൻ ഗ്രൂപ്പിനെയാണ് ഇവിടെ ഇന്ത്യയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദിനേഷ് ഡിസൂസയുടെയും മിലോ യാനോപോളിസിൻ്റെ ഒക്കെ ബൗദ്ധിക നിലവാരം ഇവിടെ എടുത്ത് നിരത്തി വെച്ചത്. യാനോപോളിസ് റോട്ട് 3 പബ്ലിക് ഡീഡ്സ്. ഇതുപോലെ ഒരു ലെസി ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഒരു നടിയുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അവരെ ഭയങ്കരമായി അധിക്ഷേപിച്ചുകൊണ്ട് 3 കുറേ ട്വീറ്റുകൾ ഇറക്കി. കുറേ തവണ ഈ ട്വിറ്ററുമായിട്ട് ഇയാൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി. ഇത്രയും വന്നപ്പോൾ റേസിസ്റ്റിൻ്റെ അങ്ങേയറ്റം ഇയാളും ഇയാളുടെ അനുയായികളും കൂടി അവരെ സ്വൈര്യം കെടുത്തി. അപ്പോൾ ട്വിറ്റർ അയാളുടെ അക്കൗണ്ട് അവസാനം ഒഴിവാക്കി. അയാളെ പെർമനൻ്റ്ലി ബാൻഡ് ഫ്രം ട്വിറ്റർ. ആ തരത്തിലുള്ള കക്ഷിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് അമേരിക്കൻ കെട്ടുകഥയാണ്. ഇതിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്,
അപ്പോൾ അയാൻ ഹിർസി അലിയുടെ കാര്യമോ ചോദിക്കാം. അയാൻ ഹിർസി അലി ഈ ബ്രാൻഡീസ് യൂണിവേഴ്സിറ്റി ക്യാൻസൽസ് എ പ്ലാൻ ടു ഗിവ് ഓണററി ഡിഗ്രി ടു അയാൻ ഹിർസി അലി ക്രിട്ടിക് ഓഫ് ഇസ്ലാം. ഇങ്ങനൊരു സംഭവമുണ്ട്. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമായി ഇവിടെ ഉന്നയിക്കാറുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ നമ്മളിടയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിഷയം ഉന്നയിക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു സംഗതി, ഈ അമേരിക്കയിലെ ലെഫ്റ്റിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടാണ് അയാൻ ഹിർസിയാൻ അലിയെ അവിടെ പ്രശ്നം ഉണ്ടായത്. അവർക്ക് ഡോക്ടറേറ്റ് നിരോധിക്കപ്പെട്ടു, അവരെ ബ്രൻഡീസ് യൂണിവേഴ്സിറ്റി അവരെ ഓണററി ഡിഗ്രി ക്യാൻസൽ ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ ഒരു സ്റ്റുഡൻ്റാണ് തുടങ്ങുന്നത്. ബ്രൻഡീസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റാണ് ഇവരിങ്ങനെ ഒരു ഭയങ്കര ഇസ്ലാം വിമർശിക്കുകയാണ്, ഇസ്ലാം ഫോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ ആരാണ്? ഞാനിതിന് കാണുന്നത് ലോകമെങ്ങുമുള്ള മത വിമർശകർ, നമ്മളൊക്കെ ലോകമെങ്ങും എന്നും നേരിട്ട് വരുന്നൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാൻ ഹിർസിയുടെ പ്രശ്നത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ്. അവരാണ് ഈ ബ്രൻഡീസ് യൂണിവേഴ്സിറ്റിക്ക് കത്തയച്ചിട്ട് അവർ നൊട്ടോറിയസ് ഇസ്ലാമോഫോബാണെന്നൊക്കെ പറഞ്ഞ് ഈ ഓണറി ഡിഗ്രി ക്യാൻസൽ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ക്ഷണിച്ചു, അത് അൾട്ടിമേറ്റ്ലി ഇടാനുള്ള കാരണം കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതായത് ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം മതക്കാരുടെ ഒരു അസോസിയേഷനാണ്. അവരാണ് ഇത് ഇടപെട്ടത്. അവരിടപെട്ടിട്ടാണ് ഈ രീതിയിൽ, അല്ലാണ്ട് അവിടുത്തെ പൊളിറ്റിക്കലി കറക്റ്റായ ആൾക്കാരല്ല, അതായത് അവിടുത്തെ പൊളിറ്റിക്കലി കറക്റ്റ് ലെഫ്റ്റ് അല്ല ഇത് ക്യാൻസൽ ചെയ്യിച്ചത്. അവസാനം 40 ബെർട്രൻഡ് റസ്സലിനെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ടീച്ചിങ് ജോബ് നിരോധിച്ചതും ഇതേപോലെയാണ്. വില്യം മാനിങ് എന്നൊരു ബിഷപ്പ്, പ്രൊട്ടസ്റ്റന്റ് എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ ബിഷപ്പ് സെൻഡ് എ ലെറ്റർ ടു ദി ന്യൂയോർക്ക് ടൈംസ് ഡിനൗൺസിങ് റസ്സൽ ആസ് ഓർഗനൈസ്ഡ് പ്രൊപ്പഗൻഡിസ്റ്റ്. ഇങ്ങനെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഒരു വലിയ ഒരു ഡ്രാഗണ്ടേതായിട്ട് നമ്മൾ കാണേണ്ടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു സ്നാൾ വേർഡാണ്. അതായത് ഈ കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ അവശ്യമായി പുലർത്തിയിരിക്കേണ്ട ചില പെരുമാറ്റ, സംസാര, മര്യാദകളെ കുറിച്ചുള്ള ന്യായമായ ആകാംക്ഷകളെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന കുറ്റപ്പേരിട്ട് വിളിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. NDPC സുഹൃത്തുക്കളോട് പറയാനുള്ളതാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന മനോഭാവങ്ങളും ഭാഷാരീതികളും വികസിതമാകുന്ന അനുഭാവവൃത്തത്തിന് സർക്കിൾ ഓഫ് എമ്പതിയുടെ സ്വാഭാവിക ഫലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനോഭാവം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒരുപക്ഷെ നിങ്ങളുടെ എമ്പതി വൃത്തവും നിങ്ങൾ വിമർശിക്കുന്നവരുടെ വൃത്തവും സമാനം അല്ലാത്തതിനാൽ ആവാം. ഈ സർക്കിൾ ഓഫ് എമ്പതി എന്നുള്ളത് നമ്മുടെ ബെറ്റർ ഏഞ്ചൽസ് ഓഫ് നേച്ചറിൽ സ്റ്റീവൻ പിങ്കർ പറഞ്ഞൊരു വിഷയമാണ്. അതായത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, ബെസ്റ്റ് ഫ്രണ്ട്സ്, യുവർ സെൽഫ്, ഇതൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ചുറ്റുള്ളൂ. അവരുടെ പരിഗണനകൾ മാത്രമേ നമുക്ക് ആദ്യമുള്ളൂ, നമ്മുടെ ഗോത്രം. പിന്നെ നമ്മുടെ എക്സ്റ്റൻഡഡ് ഫാമിലി, പൊതുവായിട്ടുള്ള സുഹൃത്തുക്കൾ, അതിന് പുറത്ത് ജാതി നമുക്ക് വെച്ചോളൂ, നമ്മുടെ ബന്ധക്കാർ, അങ്ങനെയുള്ള അക്വൈൻറ്റൻസ്, കോവർക്കേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ഇങ്ങനെ വികസിച്ചിട്ട് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, നമ്മുടെ രാജ്യം, ഇങ്ങനെയൊക്കെ വികസിച്ച് പലതും പോകും. മറ്റു മൃഗങ്ങളിലേക്ക് വരെ, മറ്റ് സ്പീഷീസുകളിലേക്ക് വരെ ഇതിങ്ങനെ വികസിച്ച് പോകാം. ഇത് ഓരോ ആൾക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ സർക്കിൾ ഓഫ് എമ്പതി നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ചാണ് വികസിക്കുന്നത്. ഇത് മുമ്പ് ആ ഫെമിനിസം സംബന്ധിച്ച പ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ എമ്പതി സർക്കിൾ വികസിക്കുന്നത്, ഇതിൽ റീസണിൻ്റെ പങ്കെന്താണ്, എങ്ങനെയാണ് ഇത് ജ്ഞാനോദയത്തിന് ശേഷം സംഭവം ഈ വികസിതമാകുന്ന എമ്പതി സർക്കിളിന് എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ റീസണുണ്ട്. റീസണിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ പുറത്താണ് ഈ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് വരുന്നത്. മറ്റുള്ള മനുഷ്യർക്കും തമ്പ്രാനെന്ന് വിളിക്കുന്ന ഒരു അവകാശം റീസണിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതുപോലുള്ള ആർഗ്യുമെൻറ്റുകളിലൂടെ വികസിച്ച് വന്നിട്ടുള്ള ഈ എമ്പതി സർക്കിൾ പലരിലും വ്യത്യസ്തമാവാം. നിങ്ങളുടെ എമ്പതി സർക്കിൾ ചിലപ്പോൾ അത്രയും വികസിച്ച് കാണില്ല ഞാൻ പറയുന്നത്. ഇതാണ് ആ മനോഭാവങ്ങളെയും ഭാഷാരീതിയും നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങളുടെ വൃത്തവും നിങ്ങൾ പെരുമാറുന്ന ആളുടെ വൃത്തവും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ പെരുമാറ്റം, ഇയാളുടെ പെരുമാറ്റം, ഇയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു, ഇയാൾ എന്തുകൊണ്ട് സ്ത്രീകളോട് ഈ രീതിയിൽ പെരുമാറുന്നു, ഇയാൾ എന്തുകൊണ്ട് ദളിതനോട് ഇങ്ങനെ പെരുമാറുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ സർക്കിൾ ഓഫ് എമ്പതി തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. അതല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം നിങ്ങൾക്ക് അത് വേറെന്തോ ആയിരുന്നു, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തോന്നി, നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാവുന്നു, വേറെ സാധനമായി തോന്നും. കാരണം എന്താണ്, നിങ്ങളുടെ സർക്കിൾ ഓഫ് എമ്പതി വേറെയാണ്. അതിൽ ഇവരൊന്നും പെടുന്നില്ല. അത് മൃഗങ്ങളോടുള്ള കൈകാര്യം ചെയ്യുന്നതായാലും ഒരുപക്ഷെ മൃഗങ്ങളെ കൊല്ലുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അത് വലിയൊരു പ്രശ്നമായി തോന്നുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ സർക്കിൾ ഓഫ് എമ്പതിയും മറ്റവരുടെ സർക്കിൾ ഓഫ് എമ്പതിയും ചിലപ്പോൾ ഒന്നു ചേരുന്നുണ്ടാവില്ല. അത് ഇങ്ങനെ ആവില്ല, ചിലപ്പോൾ ഇങ്ങനെയാവും. അതുപോലെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ അപലപിക്കുന്ന സുഹൃത്തുക്കളുടെയും മനോഭാവം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ സർക്കിൾ ഓഫ് എമ്പതിയും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്നവരുടെ സർക്കിൾ ഓഫ് എമ്പതിയും രണ്ടും തമ്മിൽ ഒരു എന്താ പറയുക ഓവർലാപ്പ് ചെയ്യുന്നില്ല, സമാന വൃത്തങ്ങളല്ല.